നമസ്കാരം. ഞാൻ ടി.സി. വിഷ്ണു നമ്പൂതിരി. നമസ്കാരം. ഞാൻ കണ്ടീര മധുസൂദനൻ. 2025 മാർച്ച് 29 10:39 രാത്രിയിൽ ശനിയുടെ മാറ്റം നടക്കുകയാണ്. അതുകൊണ്ട് മേടക്കൂറ് മുതലുള്ള നക്ഷത്രക്കാർക്ക് അതെങ്ങനെ സ്വാധീനിക്കുന്നു, അതേത് രീതിയിൽ നമുക്ക് ഫലം ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ശനിയെപ്പറ്റി പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം അത് ഞങ്ങളാൽ അറിയുന്ന വിധം ഇവിടെ പറയാവുന്നതാണ്. ഒരുപാട് ദൈർഘ്യമില്ലാതെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഈ വീഡിയോ ക്യാൻ ജ്യോതിഷത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനാൽ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ എന്നും കൂടാണ് ശനിയെ പറയുന്നത്. കർമ്മ ഫലദാതാവാണ് ശനീശ്വരൻ എന്ന് പറയും. ശാസ്താവിൻ്റെ, അതായത് ശനിയുടെ അതിദേവനായ ശാസ്താവാണ് ഇതിൻ്റെ പ്രധാന ദേവതയായിട്ട് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്തതിൻ്റെ നല്ല ഫലങ്ങളും ദോഷകർമ്മങ്ങൾ അറിയാതെ ചെയ്തിട്ടുള്ളതിൻ്റെ ആ കർമ്മങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതൊരു ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിനകത്ത് 30 വയസ്സിനകത്ത് ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ 3 വിധത്തിൽ ഈ ശനി ദോഷങ്ങൾ നമുക്ക് ബാധിക്കാറുണ്ട്. ഏഴരശനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ജനിച്ച കൂറിൻ്റെ 12-ലും 2-ലും 1-ലുമായി ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഏഴരശനി, ഏഴരകണ്ട ശനി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ദശാകാലമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇത് 30 വർഷത്തിനകത്ത് നമുക്ക് ഈ 17.5 വർഷവും ഈ ശനി നമ്മളെ സ്വാധീനിക്കും. ബാക്കി 12.5 വർഷമേ ഉള്ളൂ ശനി നമുക്ക് ബാധിക്കാതെ. ശനി ദൃഷ്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ശനിയുടെ നോട്ടം നമ്മളിലേക്ക് എത്തുക ചെയ്യുന്നത്. ആ നോട്ടം കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ആപത്തുകൾ, അനിഷ്ടങ്ങൾ, മറ്റ് നമ്മൾ ചെയ്ത ആ പൂർവ്വജന്മാർജിത കർമ്മം ശുഭം വായതി അശുഭം തസ്യ വന്ദതീം ഗൃഹാ സർവേ പൂജയന്തീഹ ജന്മാനി എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മ ഫലദാതാവായിട്ട് നല്ല കർമ്മങ്ങളുടെയും ദോഷകർമ്മങ്ങളുടെയും അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്ന ന്യായാധിപനും കൂടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത്. ആ ശനീശ്വരൻ 30 വയസ്സിനകത്ത് നമുക്ക് 7.5 വർഷം ഏഴരകണ്ട ശനിയായിട്ട് മാറും. അഷ്ടമശനിയായി 1 വർഷം പോവും. 4, 7, 10 ഈ രാശികളിൽ സഞ്ചരിക്കുന്നതിനാണ് കണ്ടകശനി ശനി എന്ന് പറയുന്നത്. ഈ ഇത്രയും വർഷം നമ്മൾ പലതരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം, അറിഞ്ഞുകൊണ്ട് അതിജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇനിയത്തെ ആയിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിയണം ദോഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വ്യക്തി എനിക്കിപ്പോൾ ഏഴരശനിയാണ് അല്ലെ കണ്ടകശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് അതിനെ അതിജീവിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി അയാൾ ചെയ്യേണ്ട കർമ്മങ്ങളും നല്ല കർമ്മങ്ങളും മനസാക്ഷിക്കും അനുകൂലമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശനി അനുകൂലമായി വരികയും സർവ്വവിധ സൗഭാഗ്യങ്ങളും വാരിക്കോരിച്ചെരിയുന്ന ഒരു ഗ്രഹം കൂടാണ് ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ. തന്നതൊന്നും തിരിച്ചെടുക്കാറില്ല. അതാ ശനിയുടെ മുദ്രാവാക്യം തന്നെ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നമുക്ക് നല്ലത് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചെടുക്കത്തില്ല. ശരിയാ. അത് മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് വിപരീതം കൂടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ശുക്രദശയാവാം, വ്യാഴദശയാവാം, എല്ലാം തന്നിട്ട് അവസാനം ഇത് മൊത്തം കൂടെ വാരിക്കൊണ്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ ജ്യോതിഷത്തിൽ കാണുന്നത്. എന്താ? അത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമാണ്. ശനി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. നല്ല കർമ്മങ്ങൾ നമുക്ക് തന്നിട്ടുള്ള നല്ല സൗഭാഗ്യങ്ങളെല്ലാം നമ്മളെ അനുഭവിപ്പിക്കാനും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു ഗ്രഹം കൂടാണ് ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ പൊതുവേ എല്ലാവരും ശനിയെ ഭയത്തോടു കൂടിയും ശനിയുടെ ദൃഷ്ടിയും ഒക്കെ ഭയക്കുന്നുണ്ടെങ്കിലും ആ ഗ്രഹത്തെ സന്തോഷിപ്പിക്കുകയും അതിനെ നമസ്കാരാദികൾ ചെയ്യുകയും അതിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുകയും ശനിക്ക് ഇഷ്ടമായിട്ടുള്ള പൂജകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശനീശ്വരൻ പ്രസാദിച്ച് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ മോചിതരാകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക.
അതിലാദ്യം തന്നെ നമ്മളിവിടെ പരിശോധിക്കുമ്പം അശ്വതി, ഭരണി, കാർത്തിക, കാല 1-ാം പാദക്കാർ മേടക്കൂറാണ് അല്ലേ? അപ്പം ആ മേടക്കൂറുകാർക്ക് ജ്യോത്സ്യരെ ഇപ്പം ശനി നിൽക്കുന്ന എവിടാണ്? അവിടെ കുറുക്കാർ വരുമ്പോൾ 12 വരുമല്ലോ. 12-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? അവർക്ക് കേസ്, ആ, വഴക്ക്, കോടതി, വ്യവഹാരങ്ങള്, വ്യവഹാരം. കോടതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ കൂടുതലായിട്ട് മനസ്സറിയാതെ ഇത് വരുക. അവർ ചെയ്യാത്ത കുറ്റത്തിന് വരെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാലയളവാണെന്ന് മനസ്സിലാക്കി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമായിട്ടുള്ള മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധാലുക്കളായി ഇതിനെ അതിജീവിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ അതിജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എന്താ ചില രോഗപീഠകൾ, ധനനാശം, നഷ്ടങ്ങളുണ്ടാകാം. വാഹനനാശം, വാഹനത്തിൽ നിന്ന് ക്ലേശങ്ങളുണ്ടാവും, വാഹനം നഷ്ടപ്പെടുക, അന്യദേശവാസം, അന്യദേശത്ത് കിടന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ഥാനഭ്രംശം ഉണ്ടാകാം. സ്ഥാനചലനം സംഭവിക്കും, ഉണ്ടാകുക. സ്വജനങ്ങളോട് വിരോധം, സ്വന്തക്കാരോട് തന്നെ വിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുക, അലച്ചിൽ, ഇങ്ങനെ പലതരത്തിലുള്ള നിരാശ, അപമാനങ്ങൾ, എല്ലാ കാര്യങ്ങളിലും വിഘ്നങ്ങളും ഉണ്ടാക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമായിട്ടുള്ള മേടക്കൂറിൽ സഞ്ചരിക്കുന്ന 12-ൽ ശനി സഞ്ചരിക്കുന്ന 7-ര ശനി എന്നാണ് അതിനെ പറയുന്നത്. അതിന് രണ്ടുന്നായ ശക്തമായിട്ടുള്ള വഴിപാടുകൾ, നീരാഞ്ജനം കഴിക്കുക, അതുപോലെ എള്ളു പായസം നടത്തുക, ശനിയുടെ ധാന്യമായിട്ടുള്ള എള്ളുകൊണ്ട് നിവേദ്യം അർപ്പിക്കുക, അതുപോലെ തന്നെ ശനീശ്വര ഹോമം അല്ലേ? ശനിയുടെ വന്നിച്ചമതയാണ് ശനിയുടെ വൃക്ഷം എന്ന് പറയുന്നത്. ആ വന്നിച്ചമത കൊണ്ട് ആ 28 ഉരുക്കുകൾ അത് ഹോമമായിട്ട് കഴിപ്പിക്കുമ്പോൾ, ആ പുകയൊക്കെ ശ്വസിക്കുമ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന ശനിയുടെ കാഠിന്യം, ശനിയുടെ ദൃഷ്ടി പതിയുന്നത് എല്ലാത്തിനും അവർക്ക് പരിഹാരമാവുന്നതാണ്. അതുപോലെ തന്നെ ശബരിമല തുടങ്ങിയ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, കാട്ടുകളിൽ അങ്ങനെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളുണ്ട് പലതരത്തിലുള്ള. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനങ്ങൾ നടത്തുക, പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി ഹനുമാനെ ഭജിക്കുന്നതും ഏറ്റവും അവിടെ പോയിട്ട് വെറ്റമാല, അവൽനേറ്റമൊക്കെ നടത്തുന്നതോ, അവൽ നിവേദ്യങ്ങളൊക്കെ കഴിപ്പിക്കാവുന്ന 2-ാമത്തെ നമ്മുടെ കൂറാണ് ഇടവക്കൂറ്. അപ്പം ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഉത്സരി കാർത്തികമുക്കാലും രോഹിണിയും മകീരത്തരി മകീരത്തരി ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറുകാരാണ്. കാർത്തികമുക്കാൽ രോഹിണി മകീരത്തരി ആ. ഇടവക്കൂറ്. അവർക്ക് ഈ 2025 മാർച്ചിലെ ശനിയുടെ മാറ്റം അവർ കണ്ടകശനിയിൽ നിന്നും മുക്തരാകുമല്ലയോ? ആകുവാണ്. ശരിയാ. അവർക്ക് വളരെയധികം നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുക. ഇവർക്ക് ഏതാണ്ട് 11-ലേക്ക് വരും. 11-ൽ ശനി ലാഭൈശിക സുഹൃസ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്. അവിടേക്ക് ശനി വരും. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ രാശിയിലെ ശനി ആയതുകൊണ്ട് സ്വച്ഛേ ഗുരുഗ്രഹേ നരേന്ദ്ര തുല്യ എന്ന് പറയുന്നു. നല്ല പ്രമാണമുണ്ട്. നല്ലൊരു ഫലത്തെ സൂചിപ്പിക്കുക. 11-ലാണ്. വളരെ കാലം കൊണ്ട് അവരെ ആഗ്രഹിച്ച പല കാര്യങ്ങളും, ജോലി, ഭാഗ്യം, ഇതൊക്കെ അവരെ തേടി വരാൻ പോകുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക 3 കാർത്തികമുക്കാൽ രോഹിണി, അതായത് കാർത്തിക ഇടവക്കൂറിലുള്ളതും രോഹിണി, മകീരം, ഇടവക്കൂറിലുള്ളവർക്ക് വളരെയധികം ഗുണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ അല്ല, അവർക്ക് വ്യാഴം നല്ല സ്ഥാനത്ത് വരുന്നുണ്ട്. അതും നല്ലതാണ്. അഭിഷ്ട സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നത്. കാരണം വ്യാഴം പൊതുവേ ഗ്രഹങ്ങളിൽ വെച്ച് ദൈവാധീനത്തെ തരുന്നൊരു ഗ്രഹം കൂടെ വ്യാഴം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, വ്യാഴം അനുകൂലമായിട്ട് നിന്നാൽ എല്ലാ അതായത് വ്യാഴം അനുകൂലം ലക്ഷം ദോഷം ഗുരുഗന്ധിയാണ്. എല്ലാ ദോഷത്തെയും അവിടെ വ്യാഴം പരിഹരിക്കും. ആ ഈശ്വരാധീനമുണ്ട്. അപ്പം ആ നക്ഷത്രങ്ങൾ നല്ലതായിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വലിയ കാഠിന്യമുള്ള ദോഷമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. കാരണം മന്ത്രദോഷം ഗുരുസന്ധി അത് പൊതുവായൊരു ഫലം. ഫലം. കാരണം ഈ വ്യാഴത്തിന് ശനിയുടെ മാറ്റം വ്യാഴത്തിന്റെ രാശിയിലേക്കായിട്ട് വന്നത് പൊതുവേ സ്വച്ഛേ ഗുരു നരേന്ദ്രഗേലി നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ തലത്തിലുള്ളവർക്ക്, അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ തന്നെ കുറച്ചുകൂടെ ആ യുവത്തുക്കൾക്കും എല്ലാവർക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു രാശിയിലാണ് ശനിയുടെ മാറ്റം നടക്കുക. അത് ഭയക്കാനുള്ളൊരു മാറ്റമല്ല. ശനിയെ ഭജിച്ചാൽ മതി. ശനി ഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാലും രോഹിണിയും ഇടവക്കൂറ് നക്ഷത്രം. ഫലമാണ് ഇപ്പൊ പറയുന്നത്. ആ മിഥുനക്കൂറുകാരെ സമയത്തോളം 10-ലല്ലേ ഉത്സരി അവിടെ ശനി നിൽക്കുന്നത്. അപ്പൊ 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മമല്ലേ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് സ്ഥാനചലനം ഉണ്ടാവുക, ഈ നിലവിലുള്ള ജോലി മാറി മറ്റൊന്നിലേക്ക് സ്വീകരിക്കേണ്ടതായൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകാം. കാരണം ഒന്നെങ്കിൽ അവിടുന്ന് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്, അല്ലെ കുറച്ചുകൂടെ
അത് നല്ലതായി ഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം അറിയുന്നത്. ആ നഷ്ടപ്പെട്ട ബോധം വരാതെ നല്ല ജോലിയിലേക്ക് അവർക്ക് എത്താനുള്ള വഴികളാണ് തുറന്നു കൊടുക്കേണ്ടത്. കർമ്മ പുരോഗതി അവരെ കാത്തിരിക്കണം. അതുപോലെ കർമ്മത്തിലുള്ള വിഘ്നങ്ങൾ മാറണം. അതുപോലെ യാത്രാക്ലേശങ്ങൾ, പലതരത്തിൽ യാത്രകൾ ക്ലേശമുണ്ടാവും. ഭക്ഷണ സുഖം കുറയുക, ഉറക്കമില്ലായ്മ, ഇതൊക്കെ 10ലെ ശനിക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കും. അതായത് ജോലി സ്ഥലത്ത് നമ്മൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് വളരെയധികം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സന്ദർഭമുള്ള കാലഘട്ടമാണ് ഈ ശനിയുടെ മാറ്റം. മകീരത്തരയും അതിരെയും പുണർത്തിമുക്കാലുമായിട്ടുള്ള മിഥുനക്കൂറ് നക്ഷത്രക്കാർക്ക് ഉള്ളത്. മിഥുനക്കൂറുകാരുടെ ഫലമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചോളം അവർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് കണ്ടകശനി അല്ലേ? ആ കണ്ടകശനി കാലഘട്ടം എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. 10ൽ നിൽക്കുന്ന ശനിയാണത്. ആ കണ്ടകശനിയെ നമ്മൾ മണ്ഡല തേജസ് കൊണ്ട് തടഞ്ഞു നിർത്തുക. അയ്യപ്പസ്വാമിയുടെ അതുപോലെ സ്വന്തം പരദേവത, അവരുടെ കുടുംബക്ഷേത്രം, ഗ്രാമക്ഷേത്രം, അങ്ങനെയുള്ള പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ ദോഷത്തിനെയൊക്കെ ശക്തി കുറയ്ക്കാൻ സാധിക്കും. ശാസ്താവിന് നെയ്യഭിഷേകങ്ങളൊക്കെ കഴിക്കുക, ഈ അവരുടെ കർമ്മപരമായ കാര്യങ്ങളിലുള്ള ഇത് മാറ്റുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠന നിലവാരത്തിൽ മന്ദത ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അവർ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വരും. അതിനല്ല ഈ 10ലെ ശനി സമയത്ത് ചിലർക്ക് ഒന്നും ഈ ജോലി ഇപ്പം ചെയ്യുന്ന ജോലി ഒന്ന് അവധി എടുത്തേച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. പക്ഷേ അത് പോയി കഴിയുമ്പോൾ അതും വിദേശത്ത് ചെന്നാൽ അവിടെ അലച്ചില്, അതുമില്ല, അവിടെ ശ്രദ്ധിച്ചോണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ തോന്നുന്ന ഒരു സമയമാണ് ഈ കണ്ടകശനി. കർക്കിടക്കൂറിൻ്റെ ഫലമാണ് അത്. പുണർത്തിക്കാലം പൂയും ആയില്യവും കർക്കിടക്കൂറ്. പക്ഷേ കർക്കിടക്കൂറുകാർക്ക് ശനിയുടെ അവര് കഴിഞ്ഞല്ലോ. കാരണം അവർക്ക് ഇത്രയും നാളും അഷ്ടമശനിയിൽ പല ദുരിതങ്ങളും അനുഭവിച്ചതുമായ അവസ്ഥകളായിരുന്നു. എല്ലാ ദണ്ഡങ്ങളും അനുഭവിച്ചു. അതായത് അഷ്ടമം കൊണ്ട് ചിന്തിപ്പൂ ആയുസിന്റെ ബലാബലം. ആചാര്യന്മാര് പറയുന്നതാണ് അഷ്ടമം കൊണ്ട് ചിന്തിപ്പൂ ആയുസിന്റെ ബലാബലം. അതിൽ നിന്ന് അവരെന്തായാലും റിലീസ് ആവുകയാണ്. അവർക്ക് മോചനം കിട്ടുകയാണ് ശനിയിൽ നിന്നും. ശനിയുടെ ദൃഷ്ടിയിൽ നിന്നും അവർ മായാൻ പോവുകയാണ്. അത് മാർച്ച് 29-ാം തീയതി അവർക്ക് ഈ അഷ്ടമശനി മാറി അവർക്ക് 9ലേക്ക് ഭാഗ്യസ്ഥാനത്ത്, ജ്യോതിഷത്തിൽ 9ാം ഭാവം ഉപാസന രാശി കൂടുതൽ ഉപാസിക്കുക. ഭാഗ്യം, അവരിത്രയും നാളും ആ ശനി നമുക്ക് ബുദ്ധിമുട്ട് തന്നതൊക്കെ മാറ്റി നല്ല ഭാഗ്യങ്ങൾ വരാനുള്ള നക്ഷത്രക്കാരാണ് ഈ പുണർത്തി 4ാം ഭാഗവും കർക്കിടക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു ഫലമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അവരുടെ 9ാം ഭാവത്തിലേക്ക് വരും. അവർക്ക് എല്ലാവിധ ഭാഗ്യ ഗുണങ്ങളും അനുഭവിക്കും, ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും, നേട്ടങ്ങളും ഉണ്ടാവും നക്ഷത്രക്കാരാണ്, സംശയം വേണ്ട. അവരപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉള്ള ഈശ്വര ഭജനങ്ങളും അവരുടെ പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും ഉപാസനകളും ഒക്കെ ചെയ്തു കഴിയുമ്പം ഈ നക്ഷത്രക്കാർക്ക് പുണർതം പൂയം അവർക്ക് ആ സമയത്ത് നല്ല ഉപാസന ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അത് ഭാഗ്യസ്ഥാനത്ത് വന്നില്ല. ഭാഗ്യം നർമ്മ ദയ പുണ്യ തപസ് സുതാത്മജാഹ. അപ്പോൾ എല്ലാവിധമായുള്ള ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഈ കർക്കിടകൂറുകാർക്ക് ലഭിക്കുന്നതാണ്. അതാണ്. അപ്പം ശനി അത് എല്ലാവർക്കും ഒരേപോലെ അല്ല ശനി ദോഷം ചെയ്യുന്നത്. കാരണം നല്ലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മാറിയും തിരിഞ്ഞും വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഏത് ദശാകാലം, ഇപ്പം നമുക്ക് വ്യാഴദശയിൽ പോലും ശനിയുടെ ഈ ഏഴരശനി കണ്ടകശനി വരാമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഓരോന്നായിട്ട് കാണണം. ഏഴരശനി വേറെ, കണ്ടകശനി വേറെ, അഷ്ടമശനി വേറെ. ഇത് ഓരോന്നും ഓരോ കാറ്റഗറിപ്പെട്ടതാണ്. അപ്പം അതാത് സമയത്ത് നമ്മുടെ ജാതകവും ഇതുമെല്ലാം നോക്കി ഗണിച്ചതിന് ശേഷം വേണം നമ്മളത് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അതിജീവിക്കുമ്പോൾ നമുക്ക് ഈ കഷ്ടപ്പാടിനെയും ദുരിതങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും. എന്തായാലും കർക്കിടകക്കൂറ് നക്ഷത്രക്കാരായിട്ടുള്ള പുണർതം പൂയവും ആയില്യക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന വർഷം തന്നെയാണിത്. ചിങ്ങക്കൂറിൻ്റെ ഫലമാണ് ഇനിയും പറയാൻ പോകുന്നത്. അത് ഏത് നക്ഷത്രക്കാരാണെന്ന് ചോദിച്ചാൽ മകവും പൂരവും ഉത്തരത്തിക്കാരും ചിങ്ങക്കൂറ്. അപ്പോൾ ആ ചിങ്ങക്കൂറിൻ്റെ അഷ്ടമത്തിലാണ് ഇപ്പം ശനി സഞ്ചരിക്കുന്നത്. അത് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കാനുള്ള സാധ്യത, കുട്ടികളായാലും മുതിർന്ന ആൾക്കാരായാലും അവരുടേതായ രീതിയിൽ അവർക്ക് രോഗദുരിതങ്ങൾ അനുഭവിപ്പിക്കുന്നുണ്ട്. കടബാധ്യത, ഇല്ലയോ, സാധ്യതകൾ
ബാധകൾ വരുത്തി വെക്കുക. മനസ്സറിയാതെ സന്യാസിൽ ചെന്ന് പെടേണ്ടതായ സാഹചര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് അവർ ശനിയുടെ കാഠിന്യത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഭയക്കാനല്ല ഒരിക്കലും ഈ ശാസ്ത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ അഷ്ടമശനി അവർക്ക് പലതരത്തിൽ ബന്ധുക്കളോട് വിരോധം, മറ്റ് തൊട്ടതിലൊക്കെ തന്നെ നഷ്ടങ്ങൾ വരിക, ഇങ്ങനെ പലതരത്തിലുള്ള അനിഷ്ടങ്ങളും വിപത്തുക്കൾ, അപവാദങ്ങൾ, മരണതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നമ്മുടെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ മകവും പൂരവും ഉത്തരത്തിലും നക്ഷത്രക്കാർക്ക്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ ശിവഭജനം നടത്തുക, നെയ്വിളക്ക് ഇതങ്ങനെയുള്ള വഴിപാടുകളൊക്കെ യഥാശക്തി കഴിപ്പിക്കുകയും എട്ടിലെ ശനിയുടെ തടസ്സം മാറാനായിട്ട് ഈ ഗണപതി ഭജനം ശനിക്ക് വളരെ സ്വാധീനമാണ്. കാരണം ശനി ബാധിക്കാത്തൊരു ഗ്രഹം കൂടാണ് ഗണപതിയെ എന്ന് പറയാം. ഗണപതിയെ ശനി ബാധിച്ചാറില്ല. ശനി ഒരു വൃദ്ധന്റെ വേഷത്തിൽ ഗണപതി അടുത്ത് ചെല്ലുക ചെയ്യുന്നത്. എന്തിനാ? ശനിയെ നോക്കാൻ, ദൃഷ്ടി പതിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ഗണപതിക്ക് ഇത് മനസ്സിലായ എന്താ, തൻ്റെ കൈ, ശനി ഭഗവാന്റെ കൈ ഇങ്ങോട്ട് നീട്ടി കാണിക്കാൻ പറഞ്ഞു. അതിലേക്ക് എഴുതി കൊടുത്തു, നാളെ വീണ്ടും വരുവാ ശനി ബാധിക്കാൻ. അപ്പം എന്ത് സംഭവിച്ച്? നോക്കാൻ പറഞ്ഞു വേറെ കയ്യിലോട്ട്, നാളെ. അങ്ങനെ ബുദ്ധി കൊണ്ടാണ് ഗണപതിയെ ഈ ശനി ബാധിക്കാതെ പോയത്. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ഗണപതി ഭജനം വളരെ ഇതിലെല്ലാ തരത്തിലും അവരുടെ ഈ കഷ്ടതകളെയൊക്കെ മാറ്റി ഗണപതി ഉപാസന ചെയ്യുന്ന, ഗണപതി ഹോമം കഴിപ്പിക്കുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, ഗണപതിക്ക് കറുകമാല കെട്ടിയത്, ത്രയംബക മന്ത്രമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ ഈ നാളിൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഉത്തരത്തിമുക്കാൽ അത്തവും ചിത്തിരയും കന്നിക്കൂറിന്റെ ഫലമാണ് അടുത്ത സൂചിപ്പിക്കുന്നത്. ഇത്രയും നാളുകാരുടെ ഫലമാണ്. അത് ആ കന്നിക്കൂറി വരുന്ന നാളിന്റെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് 7 ശനി സഞ്ചരിക്കും. അതെ അതെ അതെ. അപ്പൊ അതിന് കണ്ടകശനി എന്ന് പറയും. അപ്പൊ ആ കണ്ടകശനി അനുഭവിക്കുന്ന കാലഘട്ടമാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനമാണ്, മംഗല്യസ്ഥാനം. വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ഉറപ്പിച്ച് നിശ്ചയിച്ച വിവാഹം അത് തന്നെ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് വെച്ചൊരു തീരുമാനമായ കല്യാണം പെട്ടെന്ന് വഴുതി പോവുക, തെറ്റിപ്പോവുക. അപ്പോൾ ഇപ്പോൾ അവർ പറയാൻ വേണ്ട. എന്തുകൊണ്ടാ? ആ ശനിയുടെ സ്വാധീനം അവരിലുണ്ട്. അവർ സൂക്ഷിക്കുക. അവർ നല്ല ഭജനങ്ങളൊക്കെ ചെയ്ത് ഭജനങ്ങൾ നടത്തി ആ ശാസ്ത്രാഭജനമൊക്കെ നടത്തണം, ചെയ്യണം. ഹനുമാൻ സ്വാമിക്ക് നടക്കുക. യാത്രയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. വിദേശം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലെയുള്ള ജോലിയിൽ നിന്നൊക്കെ മാറി അവർ യൂറോപ്യൻ കൺട്രീസിലേക്കും കാനഡ തുടങ്ങിയായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പഠനത്തിനൊക്കെ പോകാൻ അവർ പേപ്പർ അപ്ലൈ ചെയ്തിട്ട് ആ പേപ്പർ പോലും ചലിക്കുന്നില്ല. അവരെ വളരെയധികം മാനസികമായി തളർത്തുന്നൊരു കാലഘട്ടം കൂടാണ്. അതവർ മനസ്സിലാക്കണം. ഈ ഒരു സന്ദർഭം, ഈ കണ്ടകശനി അവരെ ബാധിച്ചിട്ടുണ്ട്. ആ ശനിദൃഷ്ടി അവരിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അത് മാറുന്നതിനായിട്ടുള്ള 7 കണ്ടകശനിക്കുള്ള പരിഹാരമായിട്ട് അവർ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. അതുപോലെ അവൽ നീത്തിയൊക്കെ നടത്താം, ചെയ്യുക. അതും വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് മഹാവിഷ്ണു ഭജനവും വേണം. അതും വേണം. മഹാവിഷ്ണുവിനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം കൊണ്ട് അർച്ചനകളൊക്കെ കഴിപ്പിക്കുകയും, കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാന ദേവതയും കൂടെ ആയതുകൊണ്ട് വിഷ്ണു ഭജനവും അവർക്ക് നല്ലതായിട്ട് വരും. അവരുടെ പ്രതിസന്ധികളൊക്കെ മാറും. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ പെട്ടെന്ന് മനസ്സറിയാതെ അഭിപ്രായ ഭിന്നതകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്നതിനെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് എന്ത് പ്രശ്നം വരുമ്പോഴും അത് ഒരുമിച്ചിരുന്ന് പരസ്പരം പറഞ്ഞു തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് കൂടുതൽ വഷളാക്കാതെ അത് മുളയിലേ നുള്ളി അവരുടെ സംശയങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടുപേരും ഐക്യതയോടുകൂടി ജീവിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിലൂടെ അവരുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. അവർക്ക് ഈ 2.5 വർഷക്കാലത്തേക്ക് 2025 മാർച്ച് 29 ശനിയുടെ പകർച്ച അവർക്ക് കണ്ടകശനിയാണ് ബാധിക്കുന്നത്. ആ നക്ഷത്രക്കാരാണ് ഉത്തരത്തിമുക്കാലും അത്തവും ചിത്തിര അരയും നക്ഷത്രക്കാർക്ക്. ആ ഒരു പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിലൂടെ അവർക്ക് ഈ കണ്ടകശനിയെ തരണം ചെയ്യാൻ സാധിക്കും. തുലാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള നക്ഷത്രം ചിത്തിരയും ജോലിയും വിശാഖത്തിമുക്കാലും
തുലാക്കൂറുകാരാണ്. അപ്പൊ ആ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയിലാണ് ശനി? അവർക്ക് ശനി സഞ്ചരിക്കുന്ന 6-ലാണ്. 6-ലാണ്. അവർക്ക് ശനി ബാധിക്കുന്നില്ല. ഇല്ല. ഇപ്പൊ അവരെ ബാധിക്കാത്ത നക്ഷത്രക്കാരാണ് തുലാക്കൂറുകാർ. അത് എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുലാക്കൂറുകാർക്ക് ഇപ്പോഴും നിലവിലും 2.5 വർഷം കൊണ്ട് അവർക്ക് ഏഴശനിയോ മണ്ടശനിയോ ഒന്നും ഇല്ലായിരുന്നു. ഇനി ഒരു 2.5 കൊല്ലത്തേക്കും അവർക്ക് ഈ ശനി ബാധിക്കുന്നില്ല. അവരെ ബാധിക്കുന്നേ ഇല്ല. ഇനി 5 കൊല്ലത്തേക്ക് അവർ, അതായത് ഇനിയും ഈ 2.5 കൊല്ലം ഇല്ലായിരുന്നു, ഇനി അടുത്ത 2.5 വർഷത്തേക്കും അവർക്കില്ല. അപ്പോൾ അവർക്ക് 6-ാം ഭാവം ആയതുകൊണ്ട് എല്ലാ തടസ്സങ്ങളൊക്കെ വരും. എങ്കിലും പാപഗ്രഹങ്ങൾ അത് 3-ലും 6-ലും നിന്ന് നല്ലതാ പറയും. എല്ലാ ഗ്രഹസ്ഥിതികളും 11-ൽ നിന്നും പ്രത്യേകിച്ച് 6-ൽ നിൽക്കുന്നതിനെ ശനി ദോഷമായിട്ട് പറയുന്നില്ല ആചാര്യ. എന്താ 6-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ലതാ. അപ്പം അവരെ സമയത്തുള്ള അവർക്ക് പല കാര്യങ്ങളും തടസ്സമായിട്ട് നിന്നൊക്കെ പരിഹരിച്ച് ഈ തുലാക്കൂറിൽപ്പെട്ട ചിത്തിരയടയും ചോതിയും വിശാഖത്തി മുക്കാലും തുലാക്കൂർ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനയും ജപവും ഉപാസനയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ തടസ്സങ്ങളും പ്രതിസന്ധി രോഗസ്ഥാനം കൂടാണല്ലോ. രോഗാദി ദുരിതങ്ങളിൽ പെട്ടറിയുന്നവർക്ക് ആ രോഗവിഷയങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മുക്തി കിട്ടാനും മരുന്ന് സ്വീകരിക്കുക, മരുന്ന് അവരെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക, ഔഷധങ്ങളും മന്ത്രജപങ്ങളും കൊണ്ട് അവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടാണ് ഈ 2025 മാർച്ച് 29 മാറ്റം. അവരെ വലുതായിട്ട് ബാധിക്കുന്നില്ല. വിശാഖത്തിക്കാലും പിന്നെ അനിഴവും തൃക്കറ്റയും കെട്ടിയും വൃശ്ചികക്കൂറുകാരാണ്. അവർക്ക് എങ്ങനെയാണ് അതിനെ വൃശ്ചികക്കൂർ അവരെ അത് ബാധിച്ചിട്ടില്ലല്ലോ. വൃശ്ചികക്കൂറില്ല. അവർക്ക് ഉണ്ടായിരുന്നു, കണ്ടകശനി കാലമായിരുന്നു അത്. 2025 മാർച്ച് 29 അവർക്ക് മാറ്റമാണ്. അതായത് മാറി 5-ലേക്ക് വരും. 4-ാം ഭാവം എന്ന് നമ്മുടെ ജ്യോതിഷ ഭാഷയെ ഗ്രഹവല്ലിക്കുന്നത്. ഗ്രഹം മാതാവ് ഭാഗ്യതകൾ ക്ഷേത്രം സുഖം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹം നിർമ്മാണങ്ങൾ, പലരും വീട് ഭവന നിർമ്മാണങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാതിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടൊരു മാറ്റം അവർക്ക്. അവരതിൽ നിന്ന് വിഷമിക്കേണ്ട. അവരെ ആ കാലഘട്ടങ്ങൾ മാറാൻ പോവുകയാണ്. അവരതിൽ നിന്ന് ഭംഗിയായി അവരേറ്റെടുത്ത ദൗത്യമൊക്കെ പൂർത്തീകരിക്കാൻ അതുപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനം പകുതിക്ക് വെച്ച് മുടക്കിയവർ വീണ്ടും പഠിത്തത്തിലേക്ക് പൂർവാധികം ശക്തിയായി അവർ മുമ്പോട്ടേക്ക് വരാനുള്ള ഒരു വർഷം കൂടാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് നല്ലൊരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വൃശ്ചികക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് പറയാനുള്ളത്. ധനുക്കൂറിൽപ്പെട്ട മൂലവും പൂരാട ഉത്രാടത്തിക്കാലം ധനുക്കൂർ അവർക്ക് എങ്ങനെയുണ്ട് ബാധിക്കുന്നത്? ശരി, അവർക്ക് ഈ മാർച്ച് 29 മുതൽ അവർക്ക് കണ്ടകശനിയാണ്. കണ്ടകശനി ഇതുവരെ ഇല്ലായിരുന്നു. ഇത് തുടങ്ങുക, ഇനിയും തുടങ്ങാൻ പോവാണ്. 4-ലേക്ക് വരിക. പൂരാടോ ഉത്രാടത്തിൽ ആദ്യമാദക്കാർക്ക് ഇതുവരെ ഇല്ലാതിരുന്ന കണ്ടകശനി അവർ കേൾക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധാലുക്കളാവുക. അവരുടെ 4-ാം ഭാവത്തിലേക്ക് ഗ്രഹഛിദ്രം, കുടുംബഛിദ്രം, അതുപോലെ തന്നെ വാഹനത്തിന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. 4-ാം ഭാവം നമുക്ക് ബന്ധുക്കൾ, സഹകരിക്കുന്നവര്, അതുപോലെ തന്നെ മാതാവിന്, അമ്മയ്ക്ക് ഒക്കെ തന്നെ പലതരത്തിലുള്ള രോഗാദി അരിഷ്ടതകളെ വീട് വിട്ടു പോകണം, സ്ഥാനഭ്രംശം ഉണ്ടാകുക, വീട് വിട്ടു പോകണം തോന്നുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, വാഹനത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാകുക, അങ്ങനെ പലതരത്തിലുള്ള അപ്പം അതിനെ നാൽക്കാലികൾക്ക് നാശം വരിക ഉണ്ടാവുക. പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിലാണ് നാൽക്കാലികൾ. നമ്മൾ വിചാരിക്കുന്നത് എവിടെ നിന്ന്? ശനിയുടെ ദൃഷ്ടി. അതാണ് ശനിയുടെ ദൃഷ്ടിയുടെ സ്വാധീനത്തെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ആ ദൃഷ്ടി കൊണ്ട് 4-ാം ഭാവത്തിലേക്ക് വരുന്ന അവരുടെ കണ്ടകശനി മൂലവും പൂരാടവും ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഈശ്വര ഭജനങ്ങളൊക്കെ വേണം, കൂടുതലായിട്ട് വേണം. അവർ നന്നായിട്ട് ഭഗവാനെ വിളിക്കുകയും 4-ാം ഭാവത്തിലെ ശനി ആയതുകൊണ്ട് അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ ശാസ്താവിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്ന നല്ലെണ്ണ കൊണ്ട് അഭിഷേകം കഴിപ്പിക്കുക. അത് ഏറ്റവും അതിൻ്റെ നല്ല എള്ളാട്ടി എണ്ണ കിട്ടുന്നത് കൊണ്ട് ഭഗവാൻ അഭിഷേകം കഴിച്ച ആ എണ്ണ ദിവസവും രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. ഉദരശുദ്ധി വരെ വരുത്തും. എന്തായാലും വിഷാംശം തന്നെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കൈവശങ്ങൾ അത് വരെ മാറ്റിയെടുക്കും. സ്വഭാവത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. അന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വേറൊരു സ്വഭാവമാണ്. പറയത്തില്ലേ, പുറത്തിറങ്ങിയ കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ പെരയ്ക്കകത്ത് കയറുമ്പോഴേ ആളങ്ങ് മാറും.
വയലൻ്റ് ആവാൻ തുടങ്ങുന്നു. കാരണം എന്താ, അവിടെ നിർത്തത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കഴിവതും അവരെ പുറത്തേക്ക് സ്വാധീനിക്കുക. അത്യാവശ്യമുള്ള സമയത്ത് വന്ന് സഹകരിച്ച് എല്ലാം ആയിക്കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവാൻ സാധിക്കും. അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഇത് സഹായകരമാകും. അത് കർണാടകത്തിൽ മുക്കാലും ഉത്തരത്ത് ബുക്കാനും തിരുവോണം തിരുവോണം അവിട്ടത്താഴയും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പം ഏഴരശനി നിലവിൽ സഞ്ചരിക്കുന്ന 2-ലെ ശനിയായിരുന്നു. അത് അവർക്ക് മാറുകയായി. 7 ശനി മാറിയിട്ട് ഇപ്പം അത് മറയുകയായി 3-ന് പോവുകയാണ്. അപ്പോൾ അവർക്ക് ശനിയിൽ നിന്നും മുക്തരാവുന്നതാണ്. അവർ അത് തന്നെയല്ല ആ 3 വരുന്ന ദോഷമല്ല, പാപഗ്രഹങ്ങളതാ 3-ലും 6-ലും തന്നെ. നല്ലതാണ്. അപ്പോൾ അത് നല്ല ദോഷം. അപ്പോൾ അവരെ നല്ലൊരു ഫലമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഇതുവരെ ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ ഉണ്ടായത് ഇനി ഇപ്പോൾ ഈ മാർച്ച് 20 അങ്ങോട്ട് മാറ്റും. അതായത് സാമ്പത്തികപരമായി അവർ ഒരുപാട് ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു 2.5 വർഷം കൊണ്ട് അവർ അനുഭവിച്ചത്. കടബാധ്യതകൾ, അതിൽ നിന്നൊക്കെ അവർക്കൊരു സൊല്യൂഷൻ കിട്ടേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ കാലഘട്ടം ആഗതമായിരിക്കുകയാണ്. വിഷമിക്കേണ്ട. 2025 നമ്മുടെ മാർച്ച് 29-ാം തീയതി ഇവർക്ക് ശനി മാറുന്നതോടുകൂടി അവർക്ക് ഏഴരശനിയോ കണ്ടകശനിയോ ഒന്നുമില്ല. അവരതിൽ നിന്ന് മുക്തരായി. അവർക്ക് ഇതുവരെയുള്ള ദുരിതങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകാൻ പോവാം. അവർക്ക് സഹായ ഹസ്തങ്ങൾ ഉണ്ടാവുന്നില്ലയോ. സുഹൃത്ത് സ്ഥാനത്തേക്കല്ലേ വേണം. അവരെ സഹായിക്കാൻ ആൾക്കാർ മുമ്പോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒക്കെ തന്നെ പരിഹാരമാവും. അവർ ഈശ്വരനെ വിളിക്കുക, ഭഗവാനെ അറിയുക, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. അതിലൂടെ അവരുടെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതാണ്. ആണല്ലോ. അതെ. അതുപോലെ അവർക്ക് ഉഭയരാശിയിലേക്ക് വരുമല്ലോ. പേരാശിയിലെത്താവും. ഉഭയരാശിയാണ്. അത് നല്ലതാണ്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു കഷ്ടപ്പാട് അവർക്ക് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാൻ പോവുകയാണ് ഈ മാർച്ച് 29. ശനി 3-ലേക്ക് സഞ്ചരിക്കുക. മകരക്കൂറിൽപ്പെട്ട കഷ്ടപ്പെടപ്പെട്ട അപ്പോൾ കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങളെയാണല്ലോ ഇനി പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാ? അവിട്ടത്തലയും ചതയവും പൂരട്ടാതി മുക്കാലും കുംഭക്കൂർ. കുംഭക്കൂറ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മശനിയാണ്. ആ ജന്മശനിയിൽ നിന്ന് മാറി അവർക്ക് 2-ലേക്ക് ശനി സഞ്ചരിക്കുക. 7-ര ശനി. അതാണിപ്പോൾ അവർ അത് ധനസ്ഥാനത്തെ കൂടെ വരുന്നത്. ധനപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കടബാധ്യതകൾ, പൈസ നമ്മളോട് ഈ പറഞ്ഞ രീതിയിൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് പൈസ എത്ര കിട്ടിയാലും അപ്പോഴേ തീരുക. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വേറൊരുത്തരുടെ ബുദ്ധിമുട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ അത് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടത്തില്ല. അവർക്ക് നമ്മൾ സഹായിച്ചാൽ പോലും അവർക്ക് പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ കയ്യിലുള്ള ധനം പോകാതെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഈ ധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രമെന്ന് അതിൻ്റെ പേര്. ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആരുണ്ടാക്കിയാലും ഒരു സമയം കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വഴുതി അപ്പുറത്തേക്ക് പോകും. അതൊരു പ്രകൃതിയുടെ തത്വമാണ്. അപ്പോൾ അതേ നമ്മൾ വേണ്ടുന്ന പോലെ വിനിയോഗിക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ധനപരമായ ഒരുപാട് നഷ്ടങ്ങൾ, കുടുംബത്തിലെ അലോഹ്യങ്ങൾ, വാക്കുകൾ, പരുഷമായ വാക്കുകൾ പറയുക, കുടുംബത്തിൽ അതാതായാലും അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തര, ചതയം, പൂരുട്ടാതി മുക്കാലുമായിട്ടുള്ള കുംഭക്കൂറിൽ നക്ഷത്രക്കാർ സൂക്ഷിക്കണം. അവർക്ക് 2-ലെ ശനിയാണ് ഇപ്പം സംഭവിക്കുന്നത്. വാക്ക് നിമിത്തം ചിലരോട് പെട്ടെന്ന് തന്നെ സംസാരിച്ച് ചെയ്യുമ്പം അവർ പറയുന്നത് കേട്ടിട്ട് മറ്റു രീതിയിലുള്ള വഴക്കിലേക്കും മറ്റ് കേസിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അവർ വളരെ മിതമായ സംസാരത്തിൽ ഒതുങ്ങി നിൽക്കുക. അവർ ഈശ്വരഭജനം ചെയ്യുക, നാമം ജപിക്കുക, ശരണം വിളിക്കുക, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക. അതിലൂടെ അവരുടെ ഈ പ്രതിസന്ധികളെ വലിയൊരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമാണ്. അവർക്ക് മാറ്റിയെടുക്കണം. അതിന് അവർക്ക് വിദ്യാഭ്യാസ തടസ്സമുണ്ടാകും. അർച്ചനകളൊക്കെ കഴിപ്പിക്കുക. ശാസ്താ ക്ഷേത്രത്തിന് പോയി സഹസ്രനാമം കൊണ്ട് അർച്ചനകൾ കഴിപ്പിക്കുക, ത്രിമധുരം നിവേദിക്കുക. ഇതിലൂടെയൊക്കെ അവരുടെ എല്ലാ പ്രതിസന്ധികളും, ധനപരമായ ബുദ്ധിമുട്ടുകളും, കിട്ടുന്ന പൈസ അവർക്ക് സേവ് ചെയ്ത് വെക്കാനും അത് പിടിച്ചു നിർത്താനും ഒക്കെ സാധിക്കും. ഇപ്പം അതെല്ലാം വളരെയധികം ദോഷഫലങ്ങളുണ്ടെന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ അവിട്ടം, തരയും ചതയവും പൂരുട്ടാതി മുക്കാലുകാരും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 2-ലെ 7-ര ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അവർ വളരെയധികം സൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവ നക്ഷത്രക്കാർ മീനക്കൂറുകാരാണ്. ആ മീനക്കൂറുകാർക്ക് ഇപ്പോൾ ശനി ജന്മത്തിലേക്ക് വന്നേക്കുക. അത് കാല് സംബന്ധമായിട്ട് പാദത്തിന്, കാലിന് ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുക, ദേഹദുരിതങ്ങൾ വരിക, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള അലട്ടലുകൾക്ക് അവർക്കുണ്ടാകും. മനസ്സിന് ദണ്ണം ബാധിക്കുക, അല്ലേ?
മനസ്സിനും ദേഹത്തിനും സ്വസ്ഥതയില്ലാതെ വരിക, ആരോഗ്യക്കുറവ്, ആരോഗ്യക്കുറവ്. ഇങ്ങനെ പലതരത്തിലുള്ള ഫീലിംഗ് അവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മീനക്കുറിൽപ്പെട്ട ഉരുട്ടാതി, മുക്കാലും, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ശനി എന്ന് പറയും. അതിന് ഏഴരശനിയുടെയും കണ്ടകശനിയുടെ ഒരു മധ്യ കാലഘട്ടം എന്ന് അതിനെ പറയാം. രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സമയമായതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അവർ പ്രത്യേകമായിട്ടുള്ള ലഗ്നം കൊണ്ട് ശരീരത്തിൽ തന്നെ ശാസ്താവിന് നെയ്യഭിഷേകം, ആ നെയ്യെല്ലാം ഭഗവാനെ വിഗ്രഹത്തിലേക്ക് ആടിയ ആ നെയ്യൊക്കെ സേവിക്കുക, നെയ്യഭിഷേകം കഴിപ്പിക്കുക. ഭഗവാനെ പോലെ അഷ്ടാഭിഷേകം 8 ദ്രവ്യങ്ങളെ കൊണ്ട് പാല്, തൈര്, തേന്, നെയ്യ്, നല്ലെണ്ണ, കരിമ്പുനീര്, ഇങ്ങനെയുള്ള ഈ ദ്രവ്യങ്ങൾ, അഷ്ടഗന്ധ ജലം, ഓരോ ദേവന്മാർക്കും വിധിച്ചിട്ടുള്ള അഷ്ടഗന്ധ കൂട്ടുകളെ കൊണ്ട് അത് അഭിഷേകം ചെയ്യുന്നതിലൂടെ അവരുടെ സകലവിധമായിട്ടുള്ള ആ ശനിദോഷങ്ങളും മാറി അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കാനും ദേഹദുരിതത്തിൽ നിന്ന് ബുദ്ധിമുട്ട് മാറാനും അവരുടെ എല്ലാവിധ ഐശ്വര്യങ്ങളെ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മീനക്കൂറുകാർക്ക്. ശനിദൃഷ്ടി പതിയാത്തവരാരും തന്നെ ഇല്ല. അപ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മനസാക്ഷിക്കും നമുക്ക് നല്ലത് ചെയ്യുക, ദോഷഫലങ്ങൾ ചെയ്യാതിരിക്കുക. എന്താ പരോപകാരം പുണ്യം, പാപായ പരപീഡനം. ഒരാൾക്കൊരു ഉപകാരത്തെ ചെയ്യാൻ പറ്റുക, നമുക്ക് ദോഷം വരാത്ത രീതി, അതായത് തന്നെ പോറ്റിയിട്ടുള്ള ധർമ്മം മതി എന്ന് പറയുന്നത്. നമുക്ക് ദോഷം വരാത്ത രീതിയിൽ ഒരു ഉപകാരം ഒരാൾക്കൊരു വാക്കുകൊണ്ടായാലും പറഞ്ഞു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ പുണ്യം. പാവായ പരപീഡനം, ഒരാൾക്ക് അനിഷ്ടം വരുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ വരാതിരിക്കുക. അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നമുക്കെല്ലാ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധിക്കും.